ഡോക്ടർ ശശി തരൂർ MP മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ക്ഷണം ഞാൻ ഒരു കാര്യം പറയട്ടെ, തിരക്കുള്ളൊരു സമയത്തിൽ അവർ പ്രത്യേകിച്ച് വിളിച്ചെന്താ വരുന്നുണ്ടോ വരുന്നില്ലേ ഒരു പ്രോഗ്രാം ഇടണം എന്നൊക്കെ അങ്ങനെ സാധാരണ ചെയ്യാറില്ല. ഉദാഹരണം വയനാട്ടിൽ ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പുണ്ടായ സമയത്ത് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയിട്ട് ക്ഷണം വന്നിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങളും പറഞ്ഞു പിന്നെ എപ്പോഴാണ് വരേണ്ടത് സൗകര്യം നോക്കാം, പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രോഗ്രാം ഉണ്ടാവണമല്ലോ. ഓരോരോ സ്ഥലത്ത് ഓരോരോ മണ്ഡലത്തിൽ എവിടെ പ്രസംഗിക്കേണ്ടത്, ഒരു സ്ഥലത്ത് ഒരു ഉദ്ഘാടനം, മറ്റെവിടെ ഒരു പ്രഭാഷണം, മൂന്നാമത്തത് സ്ഥാനാർത്ഥിയോടൊപ്പം വേദിയിൽ കയറൽ, അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ പാർട്ടി അവിടെ ലോക്കലി ഓർഗനൈസ് ചെയ്തിട്ട് പറയാറുണ്ട്. അതാണ് സാധാരണ എൻ്റെ അനുഭവം. ഒഴിവാക്കി നിർത്തുന്ന സമയത്ത് ഒഴിവായി നിൽക്കലാണോ ഒരു നല്ല രീതി? അടിച്ചു കയറി പോകുന്ന ഒരു തരൂർ സ്റ്റൈൽ ഉണ്ടല്ലോ. ഇല്ല, അടിച്ചു കയറി പോകുന്ന സ്റ്റൈലുണ്ടോ എനിക്ക്? ഞാൻ അങ്ങനെ ഒരു പെരുമാറ്റം ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. അല്ലല്ല, മര്യാദയോട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ ക്ഷണിച്ചവിടെ ഞാൻ പോകും, ക്ഷണിക്കാത്തവിടെ അത്ര പോവാറുള്ളൂ. അങ്ങനെ ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ, കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനവും കോൺഗ്രസിൻ്റെ മൂല്യങ്ങളും കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഒക്കെ എനിക്ക് ഭയങ്കര അടുപ്പമാണ്. ഞാൻ 16 വർഷമായിട്ടിപ്പോൾ നമ്മളുടെ പാർട്ടി പ്രവർത്തകരൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ട് അവരുടെ കഴിവ്, അവരുടെ ആത്മാർത്ഥത, ഒരു ഐഡിയലിസം എല്ലാം ഞാൻ കണ്ടതാണ്. അപ്പോൾ എനിക്ക് കോൺഗ്രസ് പാർട്ടി ഒരു സ്ഥാപനമായിട്ടോ കോൺഗ്രസ് പ്രവർത്തകർ മനുഷ്യന്മാരായിട്ടും സുഹൃത്തുക്കളായിട്ടും സഹോദരന്മാരായിട്ടും അവരൊപ്പമുള്ള സ്നേഹവും സൗഹാർദ്ദത്തെക്കുറിച്ച് നിങ്ങൾ ആർക്കും ഒരു സംശയവും വേണ്ട. അതെപ്പോഴും ഉണ്ട്, അതെപ്പോഴും ഉണ്ടാവും. ഇപ്പോഴത്തെ ചില കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒപ്പം എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇതിൽ പല കാര്യങ്ങൾ പിന്നെ പബ്ലിക്ലി ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കറിയാം അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ പാർട്ടിയിലകത്ത് അവരൊപ്പം തന്നെ നേരിട്ട് സംസാരിക്കുകയാണ് നല്ലത്. ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഉള്ള ഒരു ദിനമല്ല. ഇന്ന് ഒരു ഇലക്ഷൻ നടക്കുന്നു. ആ ഇലക്ഷനിൽ എൻ്റെ സുഹൃത്തായ നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കട്ടെ. അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും എൻ്റെ പിന്നെ പാർട്ടി പ്രവർത്തകർ ചെയ്ത ശേഷം അവരുടെ പ്രവർത്തനത്തിൽ നല്ല റിസൾട്ട് കാണും. തിരുവനന്തപുരത്ത് നന്നേ പലവരും പോയി അവിടെ പ്രചരണം ചെയ്തിട്ടുണ്ട്. അവരുടെ ആ പ്രവർത്തനത്തിൻ്റെ ആ റിസൾട്ട് വരട്ടെ, അവർക്കും കാണുന്നുണ്ട്. ഞാൻ പറയില്ലേ, ഇന്ന് എനിക്ക് അതിനെക്കാട്ട് പറയാനൊരു ആഗ്രഹമില്ല. നിങ്ങളെല്ലാം അറിയപ്പെടുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ തന്നെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടോ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ഉണ്ടെന്ന് പിന്നെ ആർക്കും പിന്നെ ഒളിക്കാൻ സാധിക്കാത്തൊരു കാര്യമായ കാര്യം അതുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നേരിട്ട് കണ്ടിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ള ആവശ്യമുണ്ടാവും. അതിന് സമയം വരുമ്പോൾ ചെയ്യുക. പക്ഷേ ഇതൊരു ഇലക്ഷൻ കഴിയട്ടെ. നമ്മൾ ഇന്ന് വോട്ടിംഗ് ആണ്, 3 ദിവസം കഴിഞ്ഞ റിസൾട്ടും വരും. അതെല്ലാം വന്ന ശേഷം നമുക്ക് പിന്നെ നോക്കാം. ഞാൻ ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ എനിക്ക് മനസ്സിലാവാൻ സാധിച്ചു. പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ടല്ല ഞാൻ പിന്നെ ഇന്ന് ഇറങ്ങിയിരിക്കണത്. ഞാൻ ആക്ച്വലി നമ്മളുടെ കോൺഗ്രസ് പാർട്ടിയുടെ കാരണവരായ തെന്നല ജി മരിച്ച ശേഷം ഞാൻ വിദേശത്തിലായിരുന്നത് സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചു, കുടുംബക്കാരെ കാണാൻ സാധിച്ചില്ല. ഞാൻ അവിടേക്ക് ഇറങ്ങുന്ന വഴിക്കാണ് നിങ്ങളെല്ലാവരും ഇവിടെ കാണുന്നത്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വിളിപ്പിച്ചു, കണ്ടു. കോൺഗ്രസ് നേതൃത്വമായി ചില പ്രശ്നങ്ങളിൽ നിൽക്കുന്നു. താങ്കൾ BJP-യിലേക്ക് പോകും എന്ന തരത്തിലുള്ള പ്രചാരണം പല കോണുകളിൽ നടക്കും. പ്രധാനമന്ത്രിയുടെ ഒപ്പമുള്ള സംസാരം ഒക്കെ ഞങ്ങളുടെ ഡെലിഗേഷൻ്റെ ഈ വിസിറ്റിനെ കുറിച്ചും അവിടെ നടന്ന ചർച്ചകളെക്കുറിച്ചും ഞങ്ങൾ എന്ത് പറഞ്ഞു, അവരെന്ത് മറുപടി പറഞ്ഞു, എന്തായിരുന്നു റിയാക്ഷൻ, അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു പ്രധാനമന്ത്രിയുടെ താല്പര്യം. അതിലാണ് ഞാനും സംസാരിച്ചത്. ഞങ്ങൾ വേറെ വിഷയങ്ങളോ നമ്മളുടെ ഭാരതത്തിൻ്റെ അകത്തുള്ള ഡൊമസ്റ്റിക് രാഷ്ട്രീയം പറയാനൊരു അവസരമായിരുന്നില്ല. ഞാൻ ഇപ്പോഴേ പറയുന്നു, രാഷ്ട്രീയത്തിനൊരു സ്ഥാനമുണ്ട്. ദേശീയ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഷയം നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ സമയത്ത് ഓർമ്മയുണ്ടാവില്ലായിരിക്കും. ഞാൻ ആദ്യം 2014 എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, കോൺഗ്രസ് ഫോറിൻ പോളിസിയോ BJP ഫോറിൻ പോളിസിയോ ഒന്നുമില്ല എൻ്റെ മനസ്സിൽ. ഇന്ത്യൻ ഫോറിൻ പോളിസിയേ ഉള്ളൂ, ഇന്ത്യൻ ദേശീയ ആവശ്യങ്ങളേ ഉള്ളൂ, ഇന്ത്യൻ നാഷണൽ ഇൻട്രസ്റ്റേ ഉള്ളൂ. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. 2014 ഓൺ ദ റെക്കോർഡ് പറഞ്ഞത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ ലൈന് മാറിയിട്ടില്ല. രാജ്യത്തിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ, ഭാരതത്തിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരും കടമയാണ് ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ഭാരതത്തിന് വേണ്ടി സംസാരിക്കാനും. ഞാൻ ഇപ്പോഴേ പറയുന്നു, ആ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ സ്വന്തം അഭിപ്രായമായിരുന്നു. ആരും എന്നെ സർക്കാരിൽ നിന്ന് വിളിച്ചിട്ട് ആവശ്യപ്പെട്ടിട്ടല്ല.
കാരണം എനിക്കും ഇതിനെക്കുറിച്ച് ചില അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ ഒരു ഭാരതീയൻ്റെ അഭിപ്രായങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഞാൻ സംസാരിച്ച്, അതുപോലെ തന്നെയാണ് ഞാൻ സേവനം ചെയ്തത്. ഞാൻ അപ്പോഴും നിങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് ഇറങ്ങണ മുമ്പ് സർക്കാർ ആവശ്യപ്പെട്ടാൽ, രാജ്യത്തിന് എൻ്റെ സേവനം ആവശ്യമുള്ളപ്പോൾ ഞാൻ എപ്പോഴും അതിന് തയ്യാറാണ്. ഒരിക്കലും എൻ്റെ വക ഒരു കുറവ് കാണില്ല. അതുപോലെ തന്നെ എന്നെ ക്ഷണിച്ചു. എന്നെ ആവശ്യപ്പെട്ടത് സർക്കാരായിരുന്നു. സത്യമാണ്, പാർട്ടി എന്നെ ആവശ്യപ്പെട്ടില്ല അത് ചെയ്യാൻ. പക്ഷേ സർക്കാർ ആവശ്യപ്പെടുമ്പോൾ ഞാനൊരു ഭാരതീയ പൗരനായിട്ട് എൻ്റെ ഡ്യൂട്ടി, എൻ്റെ കടമ ഞാൻ ചെയ്തു. അത് അഭിമാനത്തോടെ ചെയ്തു, തിരിച്ചു വന്നു. ഇനി ആ ഫേസ് ഇപ്പോൾ നമ്മളുടെ പുറകെയാണ്. ഇനി കൂടുതൽ സംസാരിക്കാൻ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയാം. അങ്ങ് നടത്തിയ ചില പരാമർശങ്ങൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. സമാനമായ ഒരു സാഹചര്യം സംസ്ഥാനത്തും ഉണ്ടെന്നാണ് നേതാക്കൾ പറയുന്നത്. ഒരുപക്ഷെ അതാണ് അവർക്ക് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് വല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിക്കാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ചോദിച്ചോട്ടെ. ഇതുവരെ അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടില്ല. ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നതും ഞാൻ കണ്ടു. അത് അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പോൾ വേഗം ചാടും. ഒരു ഉദാഹരണമാണ്, ഞാനൊരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2015 ജാനുവരിയിൽ പത്താൻകോട്ട് സംഭവിച്ചപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പാകിസ്ഥാനെ തന്നെ ഉൾപ്പെടുത്തി അതിന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ നിങ്ങൾ തന്നെ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു. അത് നമ്മളുടെ രാജ്യത്തിൽ ചിലർ ഞെട്ടിപ്പോയി. പക്ഷെ എന്നിട്ടും കൂടി അവർ വന്നിട്ട് തിരിച്ചു നിലമ്പൂരിലേക്ക് തന്നെ പ്രചാരണത്തിനായി ക്ഷണിച്ചിട്ടില്ല എന്ന് ഡോക്ടർ ശശി തരൂർ പറയുകയാണ്. ക്ഷണിച്ചിരുന്നുവെങ്കിൽ താൻ പോയേനെ, ക്ഷണിക്കാത്തിടത്തേക്ക് താൻ പോകുന്ന പതിവില്ല. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന തന്റെ വ്യക്തിപരമായ പ്രസ്താവനകളാണ്. അതിൽ ഒരു കോൺഗ്രസ് നേതാവും തന്നോട് വിശദീകരണം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടില്ല. ചില നേതാക്കളുമായി തനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് അദ്ദേഹം ഒരിക്കൽ കൂടി പറയുകയും ചെയ്തു.